മുകളിലും പിടിയുണ്ടാവില്ല, ഒഴിക്കാൻ തുമ്പി ഉണ്ടാവില്ല നീണ്ട. ഇനി അതേസമയം നേരെ തൊട്ട് പിറകിൽ അബാരീഖ്, ഇബ്രീഖ്. ഇബ്രീഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ തൂക്കിപ്പിടിക്കാൻ ഒരു പിടിയും ഉണ്ടാവണം, ഒഴിക്കാനൊരു തുമ്പിക്കൈ പോലെയുള്ള ഒരു തുമ്പി, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് ഇബ്രീഖ് എന്ന് പറയാ. അപ്പൊ അത്തരം പാത്രങ്ങൾ, അത് പലതരത്തിലുള്ള പാത്രം ഉണ്ടാവും, ഒരു പാത്രം മാത്രമല്ല. ആ പാത്രങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അക്വാബ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലാ ഉറുവത ലഹാ വലാ ഖുർതൂം. അബാരീഖ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലഹു ലഹാ ഉറുവതുൻ വ ഖുർതൂം. ഇതൊക്കെ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ മൂളിയെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ വെള്ളമൊഴിച്ച് കേൾക്കുന്ന ഈ കിണ്ടിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് പിടുത്തവും കൂടെ ഉണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ എന്നാണ് ഈ ഭാഷ കൊണ്ട് മനസ്സിലാകുന്നത്. ഏതായാലും സംഗതി ശരി. ജഗ്, ജവന, കഅ്സ്, ഗ്ലാസ്, കുടിക്കാനുള്ള കപ്പ്. മിമ്മഴീൻ, ശുദ്ധമായ കള്ളിന്റെ കപ്പുകളാണ് അവർക്കുള്ളത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഗ്ലാസ്, കഅ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, വെള്ളം നിറച്ചു വെച്ച ഗ്ലാസ്, അതിനാ പറയാ. കാലി ഗ്ലാസ് അല്ല. പാർന്നിങ്ങനെ കൊണ്ട് നടക്കുക, ഏതാ വേണ്ടത്, ഏതാ വേണ്ടത്, ആർക്കാ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ ഓടി നടക്കും നമ്മുടെയൊക്കെ അടുത്ത്. പാത്രങ്ങൾ വേറെയുണ്ട്, തീർന്നാൽ ഒഴിച്ചു തരാൻ ഇനിയും പാത്രമുണ്ട്. ഒരു ഗ്ലാസ് ഇങ്ങനെ എപ്പോഴും റെഡിയാ. ഗ്ലാസ്സിൽ അത് ഉണ്ടാകുമ്പോഴേ കഅ്സ് എന്ന അറബിയിൽ പറയേണ്ടേ ഉള്ളൂ. അതില്ലെങ്കിൽ ഖദഹ് എന്നാ പറയുക കപ്പിന്. ഗ്ലാസ്സിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഖുർആനിൽ എവിടെയൊക്കെ കഅ്സ് പറഞ്ഞിട്ടുണ്ടോ അവിടെ പാനപാത്രം മാത്രമല്ല പാനീയവും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ ബൈളാഅ ലദ്ദത്തിൻ ലിശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. സൂറത്തു സാഫാത്ത് 44. അല്ലാഹു തആല പറഞ്ഞു, യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ, നല്ല ശുദ്ധമായ കള്ളിന്റെ പാത്രം, അതാ കള്ളിന്റെ കപ്പുകൾ, അതുമായിട്ട് അവരിങ്ങനെ നടക്കും. ബൈളാഅ, വെളുത്ത കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, തെളിഞ്ഞ കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ കള്ള്, ചമർപ്പുള്ളതല്ല, കയ്പുള്ളതല്ല, കുടിക്കാൻ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള കള്ളാൻ. ലദ്ദത്തിൻ ലിശാരിബീൻ, ഭൂമിയിലെ കള്ള് പോലെയല്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ, അത് കുടിച്ചാൽ തോന്നിവാസം പറയില്ല. ഇവിടെ ഒരു തുള്ളിയുടെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ലക്ക് തെറ്റാൻ തുടങ്ങും, അതുണ്ടാവില്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും യുൻസഫൂൻ, മസ്ത് പിടിക്കുകയുമില്ല. ഇത് രണ്ടുമില്ല. ഇതാണ്, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അത് കുടിച്ചു എന്ന് കരുതി ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. വലാ യുൻസിഫൂൻ, അതുപോലെ തന്നെ മസ്തു പിടിക്കുകയും ഇല്ല. രണ്ടും ഉണ്ടാകില്ല. തലവേദന എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ്. ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ് ഒരു നേരിയ തോതിലുള്ള തലവേദന. അതുപോലും ഉണ്ടാകൂല. പിന്നെയല്ലേ മസ്താകല, അതും ഉണ്ടാകൂല. രണ്ടും ഉണ്ടാവില്ല. കുടിക്കുന്തോറും ലദ്ദത്തിൽ ലിശാരിബീൻ, ആനന്ദം ഇങ്ങനെ കൂടി വരികയാണ്, സന്തോഷം ഇങ്ങനെ കൂടി വരികയാണ്, ആരോഗ്യം ഇങ്ങനെ കൂടി വരികയാണ്. ഇതാണ് സ്വർഗീയ കള്ള്. പക്ഷേ ആ സ്വർഗത്തിലെ കള്ള് കുടിക്കണോ? സ്വർഗത്തിലെ കള്ളും ഭൂമിയിലെ കള്ളും, ഭൂമിയിലെ കള്ളിലെ സൈഡ് എഫക്റ്റുകളൊന്നും നാളെ സ്വർഗത്തിലെ കള്ളിൽ ഉണ്ടാകൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ദുനിയാവിലെ കള്ളിൽ 4 കാര്യമുണ്ട് മഹാനവറുകൾ പറഞ്ഞു. ഒന്ന് അസ്സക്കർ, ഒന്ന് തല കറങ്ങ, കുടിക്കുമ്പോഴേക്ക് തുടങ്ങും കറക്കം, അത് ദുനിയാവിന്റെ കള്ളിന്റെ പോരായ്മയാണ്. പിന്നെ വസ്സുദാ, തലവേദന, വൽ ഖൈഉ, ഛർദിക്കുക, വൽ ബൗലു, മൂത്രിക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞല്ലേ, കുടിച്ച് പാത്തി അടക്കാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മളെ ഭാഷയിൽ പറയണ. ഇവിടെ കുടിച്ചാണ്ടാണ് അതാ, ഒന്ന് നന്നായി മൂത്രമൊഴിക്കും, കുടിച്ച് ഛർദിച്ചൊക്കെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ തലവേദന എടുക്കലും മസ്തും. ഈ 4 കാര്യവും വലൈസത്ത് ഫീ ഖംറി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ കള്ളിലില്ല. ബൽ ഹിയ ലദ്ദത്തും ബിലാ അദൻ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന സ്വർഗത്തിലെ കള്ള് ലദ്ദ, ലദ്ദ, അത് ആനന്ദമാണ്. ബിലാ അദ, യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത.
എന്തെങ്കിലും ഒരു പോരായ്മ, ഇവിടെ എന്തൊക്കെ ശല്യമുണ്ടോ ആ ശല്യമൊന്നും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാക്കാതുള്ള ആനന്ദം, അതാണ് സ്വർഗീയ കള്ള്. അപ്പൊ കുടിക്കാം. ഇത് ഞാൻ പറയാൻ കാരണം ചിലർക്കൊക്കെ തോന്നും ബി അക്വാബിംബ അബാരിക്കവക്ക് സിമ്മി മഴ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുഖം ചൊളിക്കുന്നവരുണ്ടാവും. ഉസ്താദെ കള്ളുടിക്കാനാ പത്രയൊക്കെ ഇടങ്ങേറാണ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓൽക്ക് ആ വിഷമാണ് തീരും ഈ ആയത്ത് പറയുന്നതോടുകൂടി. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല, അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല. മാത്രവുമല്ല, ഈ മക്കൾ കറങ്ങി നടക്കുമ്പോ ഇത് മാത്രമല്ല ഉള്ളത്. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വൈതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. അവിടെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഇസ് എന്ന് പ്രയോഗിക്കുമ്പോൾ മാത്രമേ എന്താ ഉള്ളത് എന്ന് പറയുള്ളൂ. മറ്റേത് അങ്ങനെ ഉള്ളത് പറഞ്ഞോളന്നില്ല എപ്പോഴും. ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. വെള്ളിപ്പാത്രങ്ങളും അതുപോലെ തന്നെ ജഗ്ഗുകളുമായിട്ട് അവരിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അവിടെ എല്ലാമുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞില്ലേ, എല്ലാമുണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞു. 4 തരത്തിലുള്ള നദികളുണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഏതൊക്കെയാണ്? ശുദ്ധമായ തേനിന്റെ കള്ളുണ്ട്, തേനിന്റെ നദിയുണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായ ജലത്തിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് കള്ളിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് പാലിന്റെ നദിയുണ്ട്. ഇതൊക്കെ നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് തരുന്നതാണ്. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അൻഹാറും മിൻ അസൽ, തേനിന്റെ നദികള്. അതുപോലെ തന്നെ ലബന്, പാലിന്റെ നദികള്. ആറുകൾ, 4 തരത്തിലുള്ള ആറുകളുമുണ്ട്. പാലുണ്ട്, തേനുണ്ട്, കള്ളുണ്ട്, ശുദ്ധജലമുണ്ട്. ഈ ആറുകളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞു. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു ആ കാര്യം പറയുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊക്കെ കൊണ്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുക. ഏതാ വേണ്ടത് മക്കളെ? പാലാണോ തേനാണോ? എന്താ വേണ്ടതെങ്കിൽ തരാം. നോക്ക് നിങ്ങൾ, എത്ര ഭംഗിയുള്ള ലോകമാണ് സ്വർഗം. ഈ ചെറിയ പയ്യന്മാരുടെ സപ്ലൈ കാണാൻ ഹരമുള്ള ഒന്നാണ്. ഒരേ യൂണിഫോം ധരിച്ച് അവരിങ്ങനെ ഓടി നടക്കുന്ന സുമുഖന്മാരായ പയ്യന്മാർ. പക്ഷേ എനിക്കെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇത്തരുണത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചെറുപ്പക്കാരോട് പ്രത്യേകം പറയട്ടെ, ഇന്നത് പറയാൻ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാലം. എന്തേ കാരണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു വാക്ക് കേൾപ്പിക്കട്ടെ. കുല്ലു മുസ്കിരിൻ ഹറാ ഖംറുൻ, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ വമാത വലം യതുബ് മിൻഹാ വഹുവ മുദ്മിനുഹാ ലം യശ്റബ്ഹാ റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുനിയാവിൽ വെച്ച് കള്ള് കുടിച്ചവന് സ്വർഗീയ കള്ള് കുടിക്കാൻ പറ്റില്ല. സദഖ റസൂലുള്ളാഹി. ഇത് പറയൽ വളരെ അത്യാവശ്യമായിരിക്കാൻ. എന്തേ കാരണം? ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും കുടിച്ച് കൂത്താടുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലോട്ടോ കുറ്റം പറയുന്നത്, നിങ്ങൾ വിഷമിക്കരുത്. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരിൽ നല്ല ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുപോയി കേൾക്കുമ്പോൾ ഇതുള്ളവരാ. ഞാൻ അതേക്കുറിച്ച് ഈ നോമ്പിന് താനൂർ വെച്ചൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. മദ്യപാനവും ലോട്ടറിയും എന്നൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വിശദ വിവരത്തിന് നിങ്ങളത് കേൾക്കുക. ഇവിടെ ഒന്നും ഇങ്ങനെ പരാമർശിച്ചു പോകാനേ പറ്റൂ. കാരണം ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് അതിൻ്റെ സംഭവങ്ങളും ആയത്തുകളും ഹദീസുകളും താക്കീതുകൾക്ക് കാതോർക്കുമ്പോൾ എന്ന 5 ദിവസത്തെ പ്രഭാഷണമായിരുന്നു. അതിൽ ഓരോ ദിവസം ഓരോ വിഷയങ്ങളാണ്. ലൈംഗിക അരാജകത്വമുണ്ട്, അതോടൊപ്പം ഒരു വിഷയവും ഇതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, മദ്യപിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇന്ന് മദ്യപിക്കാത്ത സഹോദരന്മാർ വളരെ ചുരുക്കമാണ് മുസ്ലിം ഉമ്മത്തിൽ. അത് കുറവാണ്. എൻ്റെ നാട്ടിലൊരു സുഹൃത്തുമായിട്ട് ഒരിക്കൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ ഉസ്താദ് എപ്പൊക്കെ നാമം വെക്കാത്തവരുണ്ടോന്ന്. ഒരു ശൈലിയാണൊക്കെ. നാമം വെക്കാത്തവരുണ്ടോന്ന്. അതില്ല. ഒന്ന് നോക്കാത്തവർ, ഒന്ന് നാവിൽ വെച്ച് രുചി നോക്കാത്തവരാരുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ നിരത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പല ഭാഗത്തും ചെന്ന് നമ്മൾ മദ്യപാനികളുടെ ലിസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പള്ളി പ്രസിഡന്റിന്റെ മകൻ, പള്ളി സെക്രട്ടറിയുടെ മകൻ, കാര്യപ്പെട്ട ആളുകളാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതത്ര ശരിയല്ലേ?